മധുരത്തിനോട് എനിക്ക് ഭയങ്കര ഒബ്സഷനാണ് കേട്ടോ. പണ്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അമ്മ നല്ല അടയും അവൽ വിളയിച്ചതും കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കി വെക്കും. ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ വഴിയുന്നേ കിട്ടും. അത് കിട്ടുമ്പോഴേക്ക് ഓടി വന്ന് ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് അത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ ഇപ്പത്തെ പിള്ളേർക്ക് മനസ്സിലാവില്ല. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത്, ഇവര് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന ഉടനെ ചോദിക്കും അടയോ ബിസ്ക്കറ്റ് ഉണ്ടോ ചോദിക്കും. അതുകൊണ്ട് ഇവർക്ക് ആ ഒരു ഫീല് അത് എത്രയായാലും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ട് ഞാനിപ്പോൾ അധികം അത് ഉണ്ടാക്കാറില്ല. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് അത് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല മധുരം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നല്ല അവൽ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല ഒരു അവൽ വിളയിച്ചത് ഉണ്ടാക്കി പണ്ടത്തെ നൊസ്റ്റിലോട്ടോ ഒന്ന് പോയി നോക്കിയാലോ. ഇതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഗ്ലാസ് അത്രയും മതി. ഇനി അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ശർക്കരയുടെ പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടും. നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അവലിട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല ചുവന്ന അവലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ആകെ പണി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അത്ര അവലിട്ട് കൊടുക്കാം കേട്ടോ. കാരണം എനിക്ക് തോന്നി ആദ്യം ഒരു കപ്പ് ഇട്ടപ്പോൾ കുറച്ചധികം മധുരമാവും എന്നൊരു സംശയം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഒരു അരക്കപ്പ് കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ അവല് വിളയിച്ചത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, 5 മിനിറ്റേ വേണ്ടു ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ 1-2 സ്പൂൺ കഴിച്ചു നോക്കി. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ കഴിക്കാം. സത്യം പറയട്ടെ, പല്ലുവേദന എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. പല്ലുവേദനയുടെ സമയത്ത് അവിടെ എന്തെങ്കിലും കൂടി ഇട്ട് ചവച്ച് അവിടെ ഒന്നും കൂടെ വേദനിപ്പിക്കുമ്പോൾ നല്ലൊരു സമാധാനം. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അത് പോട്ടെ. അപ്പോൾ 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് നമുക്ക് ഏതെങ്കിലും ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. എത്ര നാൾ വേണേലും ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കണം തോന്നുമ്പോൾ ഞാനിതെടുത്ത് കഴിക്കും. അങ്ങനെ കഴിക്കാൻ വേണ്ടി നിങ്ങളും ഉണ്ടാക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ നല്ല ശർക്കരയും തേങ്ങയൊക്കെ വിളയിച്ചതെല്ലാം കൂടെ കഴിക്കുന്ന സമയത്ത് പണ്ടത്തെ ഓർമ്മകളിലോട്ട് പോകുന്ന എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.